ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൺലൈൻ എക്സാമും OMR എക്സാമും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഏത് എക്സാമിൻ്റെയാണ്? ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പി ആയിരുന്നു. എക്സാം നടന്നത് 7/7/2017 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലായിരുന്നു ഈ ഒരു പോസ്റ്റ് വന്നിരുന്ന VHSC ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ 1857 റിവോൾട്ട് ഈസ് കോൾഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. 1857 revolt is called the first war of India's independence. ഏതാണ് 1857 revolt is called the first war of Indian independence എന്ന് പറയുന്നത്? ആരാണ് അങ്ങനെ വിളിച്ചത്? SP ചൗധരി, VD സവർക്കർ, RC മജുംദാർ, JS മിൽ. ആരാണ് അങ്ങനെ വിളിച്ചത്? 1857 revolt is called the first war of Indian independence. അങ്ങനെ ആദ്യം വിളിച്ചത് VD സവർക്കർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, VD സവർക്കർ. അടുത്ത ചോദ്യം: ദ അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, മൊറാർജി ദേശായി, BR അംബേദ്കർ, ഗുൽസാരിലാൽ നന്ദ. ആരാണ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ. ദ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം, ആത്മവിദ്യാ സംഘത്തിൻ്റെ ഫൗണ്ടർ, സ്ഥാപകൻ ആരാണ്? ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ, വൈക്കം മൗലവി, കുര്യാക്കോസ് ഏലിയാസ് ചൗറ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. അടുത്തത് ദ ഫസ്റ്റ്, ഇവിടെ എഴുതിയേക്കുന്നത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനകത്ത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്യാഷ്ലെസ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ക്യാഷ്ലെസ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. അത് ഗോവയാണ്. ഫസ്റ്റ് ക്യാഷ്ലെസ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഏതാണ്? ഗോവയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. പക്ഷേ അത് ക്യാഷ്ലെസ് എന്നിങ്ങനെ സ്പെല്ലിങ് മാറിപ്പോയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി എലക്റ്റഡ് ടു ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് ആദ്യമായിട്ട് എലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരനാര്? ബ്രിട്ടീഷ് MP ആയത് ആരാണ്? അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ദാദാബായ് നവറോജിയാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി എലക്റ്റഡ് ടു ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഗ്രാൻഡ് ഓൾഡ് മാൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ പിതാവെന്നും അതുപോലെ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്നു. ഡ്രെയിൻ തിയറി പ്രപ്പോസ് ചെയ്തത് അദ്ദേഹമാണ്. പവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് അദ്ദേഹമാണ്. ഇതൊക്കെ ഇദ്ദേഹത്തെ പറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിപ്പോൾ ദാദാബായ് നവറോജി, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹമാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി എലക്റ്റഡ് ടു ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അടുത്ത ചോദ്യം: ശ്രീനാരായണ ഗുരു കോൺസെക്രേറ്റഡ് ദ ഐഡിയൽ ഓഫ് ശിവ. ഐഡിയൽ എന്നല്ല, ഇവിടെ ഐഡൽ എന്നാണ് വരേണ്ടത്. ഐഡോൾ ഓഫ് ശിവ അറ്റ് അരുവിപ്പുറം. അരുവിപ്പുറത്ത് എന്നാണ് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയത്? അത് 1888 1888 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1888 ആണ് കേട്ടോ. അടുത്തത് ദ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു എക്സാം നടന്ന സമയത്ത് ഉർജിത് പട്ടേൽ ആയിരുന്നു. പക്ഷെ ആരാണ്? ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. ശക്തികാന്ത ദാസ്. അടുത്തത് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓക്കെ, ആരാണ്? ലോർഡ് ഡൽഹൌസി, ലോർഡ് മക്കുലെ, ലോർഡ് വില്യം ഹണ്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ സി ലോർഡ് മക്കുലെയാണ്. അപ്പോൾ ഇത് ഓർക്കണം, ഈ ഹണ്ടർ കമ്മീഷൻ എന്നൊരു കമ്മീഷനുണ്ട്. അതായത് ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരാനുള്ള ആദ്യത്തെ ഉദ്യമനായിരുന്നു അത്. മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഹണ്ടർ കമ്മീഷനായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലോർഡ് മാക്കുലെയാണ്. ലോർഡ് മാക്കുലെ. ഓക്കെ,
അടുത്ത ചോദ്യം, ദ നീതി ആയോഗ്. നീതി ആയോഗ് എന്നാണ് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീതി ആയോഗ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, 2015 ജനുവരി 1. ദ വിന്നേഴ്സ് ഓഫ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് 2016, 2016. അപ്പം ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തിരുന്നു. കാരണം ഇതിൽ വെറുതെ വിന്നേഴ്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഏതിലാണ് ഇപ്പോൾ എല്ലാം എന്താ പറയുക, എല്ലാവരുടെയും തന്നെ പേരുണ്ട്. ലേഡീസിൻ്റെ പേരുണ്ട്, ജെൻസിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ, മെൻ, വിമൻ, അതിലെ കാറ്റഗറീസ് വ്യത്യാസമുണ്ട്. അതുപോലെ സിംഗിൾസ് മത്സരമുണ്ട്, ഡബിൾസ് മത്സരമുണ്ട്. അപ്പോൾ ഇതിൽ ഏതിലാണ് ഈ പറഞ്ഞ വിന്നേഴ്സ് കിട്ടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് വിന്നേഴ്സ് ഓഫ് ദ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് 2016 ഇനി പഠിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് 2018 വിന്നേഴ്സിൻ്റെ കാര്യമാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മെയിൽ സിംഗിളായിട്ടുള്ള ആളും ഫീമെയിൽ സിംഗിളും അത് പഠിക്കണം. അപ്പോൾ അതിൽ മെൻസ് സിംഗിൾ ഇവൻറ്റിൽ പ്രൈസ് ലഭിച്ചതല്ലേ, അതിൽ വിൻ ചെയ്തത് മെൻ സിംഗിളിൽ വിന്നർ ആരായിരുന്നു? റോജർ ഫെഡറർ ആയിരുന്നു കേട്ടോ. മെൻ സിംഗിളിൽ റോജർ ഫെഡറർ ആയിരുന്നു. ദെൻ അടുത്തത് വിമൻ സിംഗിൾ എന്ന് പറയുന്നത് അത് കരോളിൻ വോസ്നിയാക്കി എന്നാണ് അവരുടെ പേര്. കരോളിൻ വോസ്നിയാക്കി എന്നാണ് പേര് പറയുക. ഓക്കെ, അപ്പോൾ അതാണ് വിമൻസ് സിംഗിൾസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ മെൻസ് ഡബിൾസും വിമൻസ് ഡബിൾസും അങ്ങനെ ഓരോരോ ഇതുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ മെൻ സിംഗിൾസും വിമൻ സിംഗിൾസും മാത്രം നോക്കിയാൽ റോജർ ഫെഡററിനും കരോളിൻ വോസ്നിയാക്കിക്കുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ സ്റ്റാൻഡേർഡ്. ഇത് സ്റ്റാർട്ടഡ് എന്നാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ഒത്തിരി മിസ്റ്റേക്സ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്റ്റാർട്ടഡ് എന്നാണ്. അത് ആര്യ സമാജം അല്ല, ആര്യ സമാജം എന്നല്ല ഇവിടെ വേണ്ടത്, അരയ സമാജം എന്നാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇവിടെ. അരയ സമാജം എന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണോ ഇത് ചെയ്യാത്തതെന്ന് അറിയില്ല. അരയ സമാജം എന്നാണ് പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, 1907 അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചത്. ആര്യ സമാജം എന്ന് പറയുന്നത് നമുക്കറിയാം ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യ സമാജം. ആര്യ സമാജവും അരയ സമാജവും വ്യത്യാസമുണ്ട്. ഓക്കെ, then the longest tributary of Indus which flows through India. The longest tributary of Indus which flows through India. ഇന്ത്യയിലൂടെ ഫ്ലോ ചെയ്യുന്ന സിന്ധു നദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ഏതാണ്? ഏറ്റവും ലോങ്ങസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ലോങ്ങസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ സത്ലജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മാറിപ്പോവാതെ പഠിക്കേണ്ടത്, ലോങ്ങസ്റ്റ് എന്ന് ചോദിച്ചാൽ സത്ലജ് ആണ്, ലാർജസ്റ്റ് എന്ന് ചോദിച്ചാൽ ചെനാബാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലൂടെ ഫ്ലോ ചെയ്യുന്ന സിന്ധു നദിയുടെ പോഷക നദിയിൽ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഏറ്റവും വലുത് എന്ന് ചോദിച്ചാൽ ചെനാബാണ്. ആൻഡ് ഏറ്റവും നീളം കൂടിയതെന്ന് ചോദിച്ചാൽ സത്ലജ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിക്ട് വിച്ച് ഹാവ് ഹയസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്. ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ഉള്ള ഡിസ്ട്രിക്റ്റ് ഏതാണ്? ദ ഡിസ്ട്രിക്ട് വിച്ച് ഹാവ് ഹയസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇടുക്കി. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് വരുന്നത്. അടുത്തത്, ദ സവർണ ജാഥ വാസ് ഓർഗനൈസ്ഡ് ബൈ. സവർണ ജാഥ ഓർഗനൈസ് ചെയ്തത് ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു. സവർണ ജാഥ വാസ് ഓർഗനൈസ്ഡ് ബൈ മന്നത്ത് പത്മനാഭൻ. ഇന്ദിര ആവാസ് യോജന ഈസ് റിലേറ്റഡ് ടു. ഇന്ദിര ആവാസ് യോജന ഈസ് റിലേറ്റഡ് ടു ഏതാണ്? റൂറൽ ഹൗസിംഗ്. റൂറൽ ഹൗസിംഗ് ആണ് കേട്ടോ. റൂറൽ ഹൗസിംഗുമായി ബന്ധപ്പെട്ടതാണ് ഇന്ദിര ആവാസ് യോജന. അടുത്തത്, ദ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. NREGA. NREGA എന്ന് പറയുന്നത് നാഷണൽ അതാണ് നമ്മുടെ
തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അതെന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഏത് വർഷമാണ്? 2005 നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്തത് ദ ജ്ഞാനപീഠ് അവാർഡ് വിന്നർ ഓഫ് 2016. 2016 ജ്ഞാനപീഠ അവാർഡ് വിന്നറാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഇവിടെ 2016 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2018 ആദ്യം പറയാം. അമിതവ് ഘോഷാണ്. അമിതവ് ഘോഷ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്ഷനകത്ത് ഇല്ല. 2018 നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഏതാണ്? അമിതവ് ഘോഷാണ്. ആൻഡ് 2016 ജ്ഞാനപീഠ അവാർഡ് വിന്നർ എന്ന് പറയുന്നത് ശംഖഘോഷാണ്. ശംഖഘോഷ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ശംഖഘോഷാണ് ജ്ഞാനപീഠ അവാർഡ് വിന്നർ ഓഫ് 2016. 2018 ആരാണ്? അമിതാവ് ഘോഷാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, അമിതാവ് ഘോഷ്. അടുത്തത് ദ സാധുജന പരിപാലന സംഘം ആൻഡ് ദാറ്റ് വാസ് സ്റ്റാർട്ടഡ്. ആരാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ദ ഏജൻസി വിച്ച് കാൽക്കുലേറ്റഡ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ ഇൻകം, ഇന്ത്യയുടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസി ഏതാണ്? ഓപ്ഷൻ സി ആണ്, CSO. ഏതാണ്? CSO. അടുത്തത് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഹോയിസ്റ്റ് ഇന്ത്യൻ ട്രൈ കളർ ഫ്ലാഗ് ഇൻ ആൻ ഇന്റർനാഷണൽ ഫോറം. ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാണ്? ഓക്കെ, ആരാണ് അങ്ങനെ ഉയർത്തിയത്? മാഡം ഭിക്കാജി കാമ. അവരാണ് ആദ്യമായിട്ട് ഇന്ത്യൻ പതാക ഉയർത്തിയ ലേഡി. ആരാന്ന് ചോദിച്ചാലും അത് മാഡം ഭിക്കാജി കാമയാണ്. The first person to hoist the Indian tricolor flag in an international forum. Okay. ഇനി ഈ ഒരു 19ാമത്തെ ക്വസ്റ്റ്യനിൽ CSO എന്നായിരുന്നു ആൻസർ പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് കേട്ടോ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഈ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാക്കി നോട്ട്സുകളുമൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.